നമ്മളിപ്പോൾ ഒരു മൂവിയിൽ ഭയങ്കര ഒരു ഇമോഷണൽ സീന് കണ്ട്, അപ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് കൊണ്ട്, അപ്പം നമ്മൾ നോർമലി പറയുന്ന ഒരു ഡയലോഗാണ് ദ സീൻ ഈസ് വെരി ഇൻറ്റൻസ് എന്നുള്ളത്. അപ്പോൾ ഇൻറ്റൻസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഭയങ്കര തീവ്രമായത് അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിലാണ് നമ്മൾ ഇൻറ്റൻസ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുക. സോ ഇവിടെ നമ്മളൊരു സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, ദ വൂണ്ട് ഈസ് വെരി സിവിയർ. ദ വൂണ്ട് ഈസ് വെരി സിവിയർ. സോ ഈ വെരി സിവിയർ എന്നുള്ള സെയിം മീനിങ് ആണ് ഇൻറ്റൻസ് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ വൂണ്ട് ഈസ് വെരി സിവിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡീപ്പ് അല്ലെങ്കിൽ ഭയങ്കര തീവ്രമായിട്ടുള്ളൊരു മുറിവാണ് എന്നാണ് പറഞ്ഞത്. സോ ആ വെരി സിവിയർ എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ പറയാം, ദ വൂണ്ട് ഈസ് ദ വൂണ്ട് ഈസ് ഇൻറ്റൻസ് എന്ന് പറയാം. ഓക്കെ, ദ വൂണ്ട് ഈസ് വെരി സിവിയർ എന്നുള്ളതിന് പകരം ദ വൂണ്ട് ഈസ് ഇൻറ്റൻസ് എന്ന് പറയാം, വിച്ച് മീൻസ് വെരി സിവിയർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഷീ ഈസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ഹാർഡ് വർക്ക്. അതായത് നമ്മളിപ്പോൾ ഒരാളെ പറ്റി പറയാണ്, അവൾ എന്തിൻ്റെങ്കിലും ഒരു ഉത്തമ ഉദാഹരണമാണ് എന്ന് പറയാറില്ലേ. സോ അങ്ങനെ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് അവൾ കഠിനാധ്വാനത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് എന്നാണ് പറഞ്ഞത്. സോ വെരി ഗുഡ് എക്സാമ്പിൾ എന്നുള്ളതിന് പകരം നമുക്ക് മോഡൽ എന്നുള്ള ഒരൊറ്റ വാക്ക് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഷീസ് എ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് ഹാർഡ് വർക്ക് എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ പറയാം, ഷീസ് എ മോഡൽ ഓഫ് ഹാർഡ് വർക്ക് എന്ന് പറയാം. അവളെ കണ്ട് പഠിക്കണം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. സോ അങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിൽ വെരി ഗുഡ് എക്സാമ്പിൾ എന്നുള്ളതിന് പകരം നമുക്ക് മോഡൽ എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ, ഐ ഈറ്റ് ഐസ്ക്രീം വെരി ഓഫൻ. ഐ ഈറ്റ് ഐസ്ക്രീം വെരി ഓഫൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഐസ്ക്രീംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിൽ നമ്മൾ എപ്പോഴും കഴിക്കും അല്ലേ, പലതവണ എപ്പോഴും കഴിക്കും, ഒരു ദിവസം തന്നെ ഒരുപാട് സമയം ഒക്കെ ഒരുപാട് തവണ നമ്മൾ കഴിക്കുമെങ്കിൽ നമുക്ക് വെരി ഓഫൻ എന്ന് യൂസ് ചെയ്യാം. സോ വെരി ഓഫൻ എന്നുള്ളതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള മറ്റൊരു വേർഡാണ് ഫ്രീക്വൻലി. ഓക്കെ, എപ്പോഴും പല തവണയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്രീക്വൻലി എന്ന് പറയാം. ഓക്കെ, ഐ ഈറ്റ് ഐസ്ക്രീം ഫ്രീക്വൻലി എന്ന് പറയാം. ഐ ഈറ്റ് ഐസ്ക്രീം വെരി ഓഫൻ ഓർ ഐ ഈറ്റ് ഐസ്ക്രീം ഫ്രീക്വൻലി എന്ന് പറയാം. ഓക്കെ, സോ വെരി സിവിയർ എന്നുള്ളതിന് പകരം നമുക്ക് ഇൻറ്റൻസ് എന്ന് യൂസ് ചെയ്യാം. എ ഗുഡ് എക്സാമ്പിൾ, വെരി ഗുഡ് എക്സാമ്പിൾ എന്നുള്ളതിന് പകരം നമുക്ക് മോഡൽ എന്ന് യൂസ് ചെയ്യാം. ലാസ്റ്റ് വൺ, വെരി ഓഫൻ എന്നുള്ളതിന് പകരം നമുക്ക് ഫ്രീക്വൻലി എന്ന് യൂസ് ചെയ്യാം. ആൻഡ് ഐ ആം വെരി ടയേർഡ്, ഞാൻ ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് ഉള്ളത്. അപ്പോൾ ഐ ആം വെരി ടയേർഡ് എന്നുള്ളതിന് പകരം നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. ബൈ. English Cafe. We present you the perfect English.